മോർണിംഗ് പ്രഭാത ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് എബ്രായ ലേഖനം 11 ആസ്പദമാക്കിക്കൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം എപ്രകാരം ദൈവത്തെ വിശ്വസിച്ചു എന്നുള്ളതായ വേദഭാഗം നമുക്ക് ചിന്തിപ്പാൻ ദൈവം സഹായിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള വേദഭാഗമാണ് ചിന്തിക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണിത്. അബ്രഹാമിൻ്റെ ചരിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം മുതൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ വേദഭാഗങ്ങളിൽ അബ്രഹാം വിശ്വാസത്താൽ ദൈവത്തെ എങ്ങനെ അറിഞ്ഞുവെന്നും വിശ്വാസത്താൽ എപ്രകാരമാണ് അബ്രഹാം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള തീരുമാനങ്ങൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് എടുക്കാൻ കഴിഞ്ഞതെന്നും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിപ്പാനിടയായി തീർന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും നിൻ്റെ ദേശത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. അത് കേട്ട ഉടനെ അബ്രഹാം തനിക്കുള്ളതെല്ലാം വിട്ട് ദൈവത്തിൻ്റെ വിളിക്ക് പ്രാധാന്യം കൊടുത്ത് വിശ്വാസത്താൽ ദൈവത്തെ അറിഞ്ഞ് ആ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം യാത്ര പുറപ്പെട്ടു. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് 9-10 വാക്യങ്ങളാണ്. അവൻ വാഗ്ദത്ത ദേശത്തിലേക്ക് വിശ്വാസത്താൽ ചെന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ അവൻ യാത്ര പുറപ്പെട്ടു. പക്ഷേ അവൻ്റെ യാത്ര ചെന്ന് അവസാനിച്ചത് ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലത്തിലേക്കാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അബ്രഹാം യാത്ര പുറപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ പോലെ വഴി സാഹചര്യങ്ങളൊന്നും അന്നില്ലായിരുന്നല്ലോ. എവിടേക്ക് തിരിയണം, എവിടേക്ക് പോകണം എന്ന് അബ്രഹാമിന് നല്ല നിശ്ചയമില്ലായിരുന്നു. പക്ഷേ എപ്പോൾ ദൈവത്തിൻ്റെ വിളി അവനനുസരിച്ചോ ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോടുകൂടെ പോന്നു. നമ്മൾ ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം, നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഗൈഡൻസിൻ്റെ കീഴിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് പോകേണ്ടത് വഴി പറഞ്ഞു തരും. എവിടേക്ക് തിരിയണം, എങ്ങോട്ട് പോകണം, ആരോട് സംസാരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് പറഞ്ഞു തരുവാനിടയായിത്തീരും. അപ്രകാരം ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ ആ വഴികളെ അറിഞ്ഞതായ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അതുകൊണ്ട് തന്നെ അബ്രഹാമിൻ്റെ യാത്ര ചെന്ന് തീരുന്നത് വാഗ്ദത്ത ദേശത്താണ്. നമുക്ക് വിശുദ്ധ ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കും, വാഗ്ദത്ത ദേശത്ത് ചെന്നപ്പോൾ തൻ്റെ ഭാര്യയെ അടക്കുവാൻ സ്വന്തമായി ഒരു സ്ഥലമില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ അബ്രഹാം സ്ഥലം വാങ്ങിച്ച് തൻ്റെ ഭാര്യയെ അടക്കുവാനിടയായിത്തീർന്നു. അപ്പോഴും ആ സ്ഥലം എന്ന് പറയുന്നത് വാഗ്ദത്ത ദേശം തന്നെയാണ്. വാഗ്ദത്ത ദേശത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ധാരാളം ജാതികൾ താമസിക്കുന്നതായിട്ട് അബ്രഹാമിന് മനസ്സിലായി. പക്ഷേ അവരുടെ ഇടയിൽ അബ്രഹാം അപ്പോഴും ഒരു കാര്യം വിശ്വസിച്ചു, ഇത് ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്ത ദേശമാണ്. വാസ്തവത്തിൽ അബ്രഹാമിന് അതിനെ ഫിസിക്കലി അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് തനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോരോ സാഹചര്യങ്ങളിലും ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി നന്മ ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ രക്ഷയെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ നന്മകളെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിക്കുവാൻ പോകുമ്പോൾ അബ്രഹാമിൻ്റെ മകനായ ഇസാക്ക് ചോദിച്ചില്ല, അപ്പാ യാഗത്തിന് വിറകൊണ്ട് തീയുണ്ട്, പക്ഷേ യാഗത്തിന് മൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്നു, യഹോവ കരുതിയിട്ടുണ്ട്. വസ്തുത്തിൽ അബ്രഹാം കണ്ടിട്ടില്ല, പക്ഷേ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ അബ്രഹാം പറയുന്നു, യഹോവ ജേറെ, യഹോവ കരുതിയിട്ടുണ്ട്. അതൊരു പാസ്റ്റ് ടെൻസ് ആണ്, യഹോവ കരുതിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്, മറിച്ച് സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങളോട് പറയുന്നത് പോലെ, നിങ്ങൾ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് പോലെ നിങ്ങൾക്ക് ജീവിപ്പാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. നോക്കിക്കേ, വാഗ്ദത്ത ദേശത്തേക്ക് ചെന്നതായി അബ്രഹാം ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോട് യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. അബ്രഹാമിൻ്റെ മക്കൾ വാഗ്ദത്തത്തിൻ്റെ കൂട്ടവകാശികളാണെന്ന് അബ്രഹാം എണ്ണി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് നമ്മുടെ മക്കളും അതിന് അവകാശികളാണ്. അതുകൊണ്ട് അവരോടും പറഞ്ഞു, വാഗ്ദത്തത്തെക്കുറിച്ച് സംസാരിച്ചു. ദൈവം വിശ്വസ്തനാണെന്ന് അവരോട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറകളോട് നമുക്ക് പറയാൻ കഴിയുമാറാകട്ടെ, ദൈവം വിശ്വസ്തനാണെന്ന് അബ്രഹാം അത് പറഞ്ഞു.
എന്നിട്ട് അബ്രഹാം അവരോടുകൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ വാസം താൽക്കാലികമാണെന്നും ദൈവം ഒരുക്കുന്നതായ നിത്യമായ ഒരു കൂടാരം നമുക്കുണ്ടെന്നും അബ്രഹാം വിശ്വാസ കണ്ണുകളാൽ കണ്ടു. നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അധ്വാനം, നമ്മുടെ വരുമാനം, ഇതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ ചെലവഴിക്കുക. മനോഹരമായ വീടുകൾ നമ്മൾ പണിയുക, മനോഹരമായ കെട്ടിടങ്ങൾ നമ്മൾ പണിയുക. പക്ഷേ അതെല്ലാം ചെയ്യുമ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഇവിടെ നമ്മൾ അല്പവാസികളാണ്. നമ്മളിവിടെ അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് വേണ്ടി ഒരു വീട് ഒരുക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും കർത്താവിൽ പ്രത്യാശ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഭവനം ഏറ്റവും മനോഹരമായി തീരും. അതെ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കാൻ കഴിയുമാറാകട്ടെ. അത് നമ്മൾ അറിയണമെങ്കിൽ, അതിനെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് ലഭിക്കണമെങ്കിൽ വിശ്വാസം കൂടിയേ തീരൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന വിശ്വാസത്തിൻ്റെ ഒരു തലമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലേക്കും ആ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ നാം ഉയർത്തേണ്ടതായിട്ടുണ്ട്. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അബ്രഹാം ചെയ്തതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ അന്യരാണ്, പരദേശികളാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ ആ പ്രത്യാശയ്ക്ക് വേണ്ടി, ആ നിത്യഭവനത്തിലേക്ക് വേണ്ടി ഞങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ കേന്ദ്രീകരിച്ച് ചെയ്യുവാൻ ഞങ്ങളേവരെയും സഹായിക്കണം. അങ്ങയുടെ മക്കളെ ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മയാലും അവർ നിറഞ്ഞു വരട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആത്മീയമായ എന്ത് സഹായങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ. Thank you for watching Morning Dew. Kindly tuned up for next day messages.